നമ്മുടെ ഇസ്താൻബുൾ ട്രിപ്പിൻ്റെ ഡേ 1 ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഇസ്താൻബുളിലേക്ക് പോകുന്നത് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ബ്രിസ്റ്റലിൽ നിന്ന് ലണ്ടനിലേക്ക് ബസ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ബ്രിസ്റ്റലിൽ നിന്ന് ബസ് കയറി ഇവിടെ നിന്ന് 2.25 മണിക്കൂറുണ്ട് ഹീത്രോയിലേക്ക്. ബസ് ലേറ്റാണ്, ഞങ്ങളപ്പോൾ ഒത്തിരി ടൈറ്റ് ആവും എന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ടില്ല, അതാ പ്രശ്നം. ഡ്രൈവർ വന്നിട്ട് അതെ ബസ് ഡ്രൈവർ എത്തിയില്ല, അതാ പ്രശ്നം. അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹീത്രോയിലെത്തും തോന്നുന്നു. ഞങ്ങളുടെ ഡ്രൈവർ എത്തി, വണ്ടി എടുത്ത് നമുക്ക് ലണ്ടനിൽ ചെന്നിട്ട് കാണാം. നമ്മളപ്പോൾ ഹീത്രോയിൽ ബസ് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടെർമിനൽ 2 ആണ്. നമ്മൾ ആക്ച്വലി ഡിലേഡ് ആണ്. അങ്ങനെ ഞങ്ങളുടെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം നല്ല സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടൊക്കെ കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറേ ടൈം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കണതാണ്. നമ്മളിപ്പോൾ ഇസ്താൻബുളിലാണ്. ഇസ്താൻബുൾ വലിയ എയർപോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ഡ്യൂട്ടി ഫ്രീയും അതും ഇതൊക്കെ ഉണ്ട്. നടന്നിട്ട് എക്സിറ്റിലേക്ക് എത്തുന്നില്ല. നമുക്ക് നോക്കാം. നമ്മുടെ എക്സിറ്റിൽ നമുക്ക് ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാബ് ഡ്രൈവർ വെയിറ്റ് ചെയ്യണ്ടാവും. നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ ഇസ്താൻബുൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബ് ഡ്രൈവർ എക്സിറ്റ് 14 ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സിറ്റ് 14 തപ്പി നടക്കുകയാണ്. നമ്മളപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഇപ്പോൾ നമ്മുടെ ക്യാബ് ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല തണുപ്പുണ്ട്. ഡിഗ്രിയാണ് ബാക്കിൽ തന്നെ കോട വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞങ്ങളുടെ ഡ്രൈവർ ഇപ്പം തന്നെ വരികയായിരിക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഞങ്ങളൊരു 3/4 മണിക്കൂർ എന്തോ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്യാബ് വന്നത്. പുറത്ത് തണുത്ത് വരച്ച് നിൽക്കുമായിരുന്നു. ക്യാബ് അടിപൊളിയാണ്, ലക്ഷറി വണ്ടിയാണ്. നമുക്കിനി ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. നമ്മൾ ഇസ്താൻബുളിൽ സിറ്റി സെൻറ്ററിൽ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണേ. ഇവിടെ ഇപ്പോൾ സമയം 6:30 ആയി. ഫുൾ ഇരുട്ടാണ് പുറത്ത്. ചെക്കിനാണ് എടുത്തത്. നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ ഏർലി ചെക്കിനൊക്കെ ചെയ്ത് റൂമിലെത്തി. നമ്മുടെ റൂം എടുത്തിരിക്കുന്ന ഒരു കിടിലൻ സ്പോട്ടായിരുന്നു. സിറ്റി സെൻറ്റർ തന്നെ ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂവും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇസ്താൻബുളിലെ ഒരു മെയിൻ സ്ട്രീറ്റായ ഇസ്തിക്കൽ സ്ട്രീറ്റിലൂടെ നടന്നു തുടങ്ങി. ഇസ്താൻബുൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടർക്കിയിലെ ഒരു മെയിൻ സിറ്റിയാണ്. യൂറോപ്പും ഏഷ്യയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഇസ്താൻബുൾ. അപ്പോൾ നമുക്കിവിടെ മിക്ക ഷോപ്സിലും ക്യാഷ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ടർക്കിഷ് ലിറയാണ്.
അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷൊക്കെ വിഡ്രോ ചെയ്ത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ടർക്കിഷ് ലിറ എത്ര എടുത്തു? 1000 രൂപ എടുത്തു. 27. ടർക്കിയിൽ വന്ന ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് ഫുള്ളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ആദ്യം പോകുന്നത് ഹായ സോഫിയ എന്ന് പറഞ്ഞൊരു മോസ്ക് കാണാനാണ്. ഇവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കൂടുതലും ട്രാമിലാണ്. അപ്പോൾ നമുക്കൊരു ട്രാവൽ കാർഡ് മേടിക്കാൻ പറ്റും, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അത് നമുക്ക് ട്രാമിലായാലും ഫെറിയിലായാലും ബസ്സിലായാലും സെയിം കാർഡ് യൂസ് ചെയ്ത് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ട്രാമിൽ കയറി മോസ്ക് കാണാൻ പോയിക്കൊണ്ടിരിക്കുക. എന്താ ടിക്കറ്റ് എടുത്തു. ഇത് ഹാഗിയ സോഫിയയുടെ സെക്കൻഡ് ഫ്ലോറിൽ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ 3 സ്ഥലം കാണാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു വിത്ത് ഓഡിയോ ഗൈഡ്. അതാകുമ്പോൾ 50 pounds ആവും. അങ്ങനെ പറഞ്ഞു 50 pounds. ഇതാണെങ്കിൽ 25 pounds. നമ്മൾ ഇതെടുത്ത് പൗണ്ട്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഹെഡ് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ സ്കാർഫ് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്കാർഫ് മേടിച്ചു. ഈ ഒരു മോസ്ക് ഇസ്താൻബുളിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനിൽ പെടുന്ന ഒന്നാണ്. ഈ ഒരു മോസ്ക് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മോണുമെൻറ്റ്സിൽ പെടുന്ന ഒരു മോസ്കാണ്. ഇനീഷ്യലി ഇത് ബിൽഡ് ചെയ്തത് ഒരു ക്രിസ്ത്യൻ ചേർച്ച് ആയിട്ടായിരുന്നു. പിന്നീടാണ് അതൊരു മോസ്ക് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഈ മോസ്കിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ജീസസിൻ്റെ പോർട്രേറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹാഗിയ സോഫിയയിൽ നിന്ന് ഇറങ്ങി ഇസ്താൻബുളിലെ അടുത്തൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായ ബ്ലൂ മോസ്കിലേക്ക് നടന്നു തുടങ്ങി. ബ്ലൂ മോസ്ക് അല്ലെങ്കിൽ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
അങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഡിന്നർ കഴിക്കാനായി ഇസ്തിക്കൽ സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഫുഡ് വ്ളോഗിൽ കാണാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡേ നല്ല അടിപൊളിയായിട്ട് എൻഡ് ചെയ്തു.